നാളെ രാവിലെ 11 മണിക്ക് ഹോട്ടൽ ലീല ഗേറ്റിന്റെ 22ാം റൂമിൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. നീ വരണം. ഇല്ല, അത് നടക്കില്ല. എന്താ സച്ചിങ്കിൾ? വാങ്ങിച്ചോ? താങ്ക് യു അങ്കിൾ. എന്റെ പൊന്നുമോൾ. അങ്കിൾ ബെല്ലടിക്കാൻ സമയായി, ഞാൻ പോട്ടെ. സച്ചിങ്കിളേ, സച്ചിങ്കിൾ, സച്ചിങ്കിൾ. ആതിരെ, ഇതൊന്ന് സാറിന്റെ ക്യാബിനിലേക്ക് കൊണ്ടു കൊടുത്തേക്ക്. ഞാനോ? എനിക്ക് വയ്യ ചേച്ചി. ചേച്ചി വേറെ ആരുടെങ്കിലും കയ്യിൽ കൊടുക്ക്. എന്നോട് നിന്റെ കയ്യിൽ കൊടുത്തു വിടാനാ പറഞ്ഞത്. പറ്റില്ലെങ്കിൽ നീ തന്നെ വിളിച്ച് പറഞ്ഞേക്ക്. യെസ്. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആതിരയ്ക്ക് എന്ത് കാര്യം വേണമെങ്കിൽ എന്നോട് പറയാം. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം സുഖവും സന്തോഷമായിരിക്കണമെന്നാ എൻ്റെ ആഗ്രഹം. ആതിരയ്ക്ക് എന്താ പറയാനുള്ളത്? സർ, ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ഉപദ്രവമാണെന്ന് മോൾക്ക് വെറുതെ തോന്നുക. ഇത് 1 ലക്ഷം രൂപയുണ്ട്. മോള് പരസ്യത്തിൽ അഭിനയിച്ചതിന്റെ പ്രതിഫലമായി പണം. അപ്പോ ഇതൊരു സഹായമായില്ലേ? സർ, എനിക്ക് ഈ പണം വേണ്ട. ആതിര അങ്ങനെ പറയരുത്. ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി. നിങ്ങൾ എന്നെ ചതിക്കായിരുന്നോ? ഇതിലെന്ത് ചതി? ഞാൻ എൻ്റെ ആഗ്രഹം കുട്ടിയോട് പറഞ്ഞു. അതിന് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. നമുക്ക് ഒരുമിക്കാനൊരു സ്ഥലവും മുഹൂർത്തവും ഒക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിക്ക് ഹോട്ടൽ ലീല ഗേറ്റിന്റെ 22ാം റൂമിൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. നീ വരണം. ഇല്ല, അത് നടക്കില്ല. ഞാനൊരു ഭാര്യയും അമ്മയുമാ. ഇത്രയ്ക്ക് വൃത്തികെട്ട മനസ്സാ നിങ്ങളുടേതെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് നിങ്ങളുടെ ജോലിയും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ എന്റെ പാട്ടിന് പോവാ. നീ ഒരിടത്തും പോവില്ല. നീ വരും. ഇല്ലെങ്കിലേ എന്റെ ഫോണിലുള്ള മറ്റേ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ നാട്ടുകാർ കാണും. സോഷ്യൽ മീഡിയയിൽ അതൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താലുണ്ടല്ലോ, അതങ്ങ് വൈറലായിക്കോളും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഞാനും എന്റെ കുടുംബവും ആത്മഹത്യ ചെയ്യും. അത് സംഭവിക്കാതിരിക്കാനാണ് ഞാനത് പറഞ്ഞത്. ആ ഫോട്ടോകളും വീഡിയോ ഒക്കെ എന്റെ സുരക്ഷിതമായിരിക്കും. ഒന്നും കൊണ്ട് പേടിക്കണ്ട.
ഞാൻ പറഞ്ഞ സമയത്ത് നീ അവിടെ എത്തിയാൽ മതി. അപ്പോൾ നീ ഈ പണം എടുത്തോ. ഇനി എത്ര വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം. നീ ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി. ചേച്ചി, അമ്മ എവിടെ? ആന്റി അകത്തുണ്ട്. അല്ല, അമ്മ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞ? ആന്റി കാണണമെന്ന് പറഞ്ഞെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണും. എന്ത് കാര്യം? അത് ആന്റിയോട് ചോദിച്ചാലല്ലേ അറിയൂ. ചേച്ചി വാ. ആന്റി, ദേ ആരതി ചേച്ചി വന്നു. സച്ചി എവിടെ അമ്മ? ആ, അവൻ ഓട്ടം പോയി. ആ മോളെ, ആരതിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാ. ചെല്ല, ഇരിക്കും മോളെ, ഇരി. അമ്മ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ? അത് പിന്നെ മോളെ, സച്ചി ഇല്ലാത്ത സമയത്ത് എനിക്കിത് മോളോട് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഇപ്പൊ വരാൻ പറഞ്ഞു. അതെന്താ അമ്മേ, സച്ചി അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും രഹസ്യമാണോ? അങ്ങനെ രഹസ്യമായിട്ട് നടത്താൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ അവന് തെറിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കും. അമ്മ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് മാത്രമേ അമ്മ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അമ്മ മോളോട് ഇങ്ങനെ പറയുന്നത് ശരിയാണെന്ന് അറിഞ്ഞൂടാ. ചിലപ്പോ എന്റെ സ്വാർത്ഥത കൊണ്ടാവും. അമ്മയെ ഞാൻ കാണുന്നത് എന്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയാ. അനാഥയായ എന്റെ ജീവിതത്തില് എനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നിയതും എന്നോട് ഇത്രയെങ്കിലും സ്നേഹവും കരുണയൊക്കെ കാണിച്ചതൊക്കെ സച്ചിയും അമ്മയും ഇവിടെയുള്ള ബാക്കിയുള്ളവരും ഒക്കെ. അമ്മയ്ക്ക് എന്നോട് എന്ത് കാര്യവും പറയാം. മോളെ, സച്ചിയുടെ കാര്യം നിനക്കറിയാലോ. ഇപ്പോഴും അവൻ വിചാരിക്കുന്നത് അച്ഛമ്മോള് തിരിച്ചു വരുമെന്ന്. പക്ഷെ എനിക്ക് ആ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു മോളെ. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? വളച്ചുകെട്ടില്ലാതെ ഞാൻ മോളോടൊരു കാര്യം ചോദിക്കുക. സച്ചിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വെളിച്ചം പകരാൻ പറ്റുമെങ്കിൽ അത് മൂക്ക് മാത്രമായിരിക്കും.